ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ വീട് ഗവർണർ സന്ദർശിച്ചു. റെയിൽവേയോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംസ്ഥാന സർക്കാരും റെയിൽവേയും തമ്മിലുള്ള തർക്കം? ഇക്കാര്യമാണ് ഗവർണർ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതും സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും ഇവരെ 3 പേരെയും കക്ഷികളാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ഗവർണർ ഈ വിഷയം കൂടുതൽ ചർച്ചയാവുന്നത് കൊണ്ടാണല്ലോ ഗവർണറും ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ജോയി അപകടത്തിൽപ്പെട്ട ശേഷം വലിയ തർക്കമാണ്, ഒരു വിവാദമാണ് സംസ്ഥാനത്തുണ്ടായത്. പ്രത്യേകിച്ചും റെയിൽവേ ആരാണ് ഇതിന് ഉത്തരവാദി? ജോയിയുടെ ദുരവസ്ഥയ്ക്ക്, ഈ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് ഉത്തരവാദി ആരാണെന്നതിനൊരു വലിയ തർക്കമാണ് ഉണ്ടായത്. റെയിൽവേയും ആദ്യം നഗരസഭയുമായും പിന്നീട് റെയിൽവേയും സർക്കാരുമായും വലിയ തർക്കം, വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഉത്തരവാദിത്ത ചൊല്ലിയാണ് പ്രധാനമായും തർക്കം. ഇക്കാര്യമാണ് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്താണ് ഇതിന് വസ്തുത? ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണോ അല്ല റെയിൽവേക്കാണോ എന്ന കാര്യത്തിലാണ് ഗവർണർ റെയിൽവേ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത്, വ്യക്തത തേടിയത്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം മരിച്ച ജോയിയുടെ മാരായമുട്ടത്തെ വീട്ടിലെത്തും. അവിടെ ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിക്കും. ഈ വിഷയത്തിൽ ഗവർണർ കൂടി ഇടപെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയും വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. റെയിൽവേ ഭൂമിയിലെ, റെയിൽവേയുടെ മേഖലയിലെ, റെയിൽവേയുടെ ഏരിയയിലെ ഈ ടണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ കൃത്യമായ ക്ലീനിങ് വേണം. അത് എന്താണ് തടസ്സമെന്ന കാര്യം അറിയാനായി മുഖ്യമന്ത്രി യോഗം വിളിക്കുകയാണ്. അത് പൂർണ്ണമായും അവർ തടസ്സം നീക്കാതെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെടുന്നത്. ഗവർണറുടെ ഇടപെടൽ കൂടി വരുന്നതോടുകൂടി ഇതിന് പുതിയ മാനങ്ങൾ കൈവരികയാണ്. ഈ തലസ്ഥാനത്തെ വെള്ളക്കെട്ട് എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഈ ഇടപെടലിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ അരുണിലേക്ക് വരാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന കൊച്ചുവേളിയിൽ അവിടെയും റെയിൽവേ ഭൂമിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഭാഗത്താണ് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യ കൂമ്പാരം ഇപ്പോഴും കാണുന്നത്. കൊച്ചുവേളിയിലെ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഈ മാലിന്യം നീക്കം ചെയ്യാനും നഗരസഭ നേരത്തെ കത്ത് നൽകിയിട്ടുള്ളതാണ് റെയിൽവേക്ക്. ഇതിലും പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല റെയിൽവേ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. അരുൺ, ഇതും ഒരു പ്രശ്നമാണല്ലോ. റെയിൽവേ സ്റ്റേഷനുകളിൽ പലയിടത്തും ഇത് കാണാറുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് റെയിൽവേയുടെ വിശദീകരണം? കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ അധികാരികൾ പറഞ്ഞപ്പോൾ തമ്പാനൂരിൻ്റെ കാര്യത്തിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏത് രീതിയിലാണ് അവർ ശുചീകരണം നടത്തുന്നത് എന്നൊക്കെ അവർ വിശദീകരിച്ചതാണ്. ഇക്കാര്യത്തിലൊക്കെ സമീപത്തുള്ള സ്റ്റേഷനുകളിലും ഇങ്ങനെ മാലിന്യങ്ങൾ കിടന്നിട്ടും മാറ്റാത്തത് എന്തുകൊണ്ട്? ഇതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ടോ റെയിൽവേ? സർക്കാർ റെയിൽവേ തർക്കത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മാലിന്യങ്ങൾ അവിടെ കൂടിക്കിടക്കുന്നു. റെയിൽവേയിൽ കൊച്ചുവേളിയിലാകട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാകട്ടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്നതാണ്. ട്രെയിനുകൾ വരുന്നു, അത് ദീർഘദൂര ട്രെയിനുകൾ വരുന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് സംസ്കരിക്കാൻ, ഇത് മാറ്റാൻ എന്ത് സംവിധാനമാണ് റെയിൽവേ ഒരുക്കിയിട്ടുള്ള ചോദ്യമാണ് തദ്ദേശ മന്ത്രി MP രാജേഷും മേയറും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ തന്നെ തമ്പാനൂർ ടണലിലെ മാലിന്യം നീക്കാൻ നേരത്തെ റെയിൽവേ നോട്ടീസ് നൽകിയെന്ന മേയർ പറയുമ്പോൾ അതിനെ തള്ളിക്കൊണ്ടാണ് ADRM അടക്കമുള്ളവർ രംഗത്ത് വന്നത്. ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ പുറത്തുവിടുകയാണ്. നേരത്തെ കൊച്ചുവേളിയിലെ മാലിന്യം നീക്കാനും റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. നഗരസഭ അതുമായി ബന്ധപ്പെട്ട കത്തുകൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഒരു വസ്തുതയാണ് ഇക്കാര്യത്തിൽ നഗരസഭ പറയുന്നതിൽ വസ്തുതയുണ്ട്. കാരണം വലിയ രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് കൊച്ചുവേളിയിലും തമ്പാനൂരും അടക്കം. ഇത് മാറ്റമെന്ന ആവശ്യത്തിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. റെയിൽവേ ഇക്കാര്യത്തിൽ പുതിയ വിശദീകരണം ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല. ഏതായാലും പരസ്പരം തർക്കിക്കുമ്പോഴും ഇതൊരു മാലിന്യം എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായി തലസ്ഥാനം തുടരുകയാണ്. റെയിൽവേയുടെ ഭൂമിയിലായാലും നഗരസഭയുടെ അധീനതയിലുള്ള മേഖലകളിലായാലും വലിയ മാലിന്യ നിക്ഷേപമുണ്ട്. അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ഭീഷണിയായി മാറുക, ജനജീവിതത്തിന് തന്നെ തടസ്സമായി മാറുക. ഏതായാലും നഗരസഭ ഇതിൽ നടപടിയെടുക്കണം. അതിനപ്പുറത്തേക്ക് റെയിൽവേക്കും വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അവരുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മഞ്ജുഷ, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഇന്ന് റഹീം MP പ്രതികരിക്കുകയുണ്ടായി. റെയിൽവേക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് റഹീം ഉന്നയിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു റെയിൽവേ എന്നാണ് റഹീമിന്റെ ആരോപണം. സമഗ്ര അന്വേഷണത്തിന് റെയിൽവേ തയ്യാറാകണമെന്നും റഹീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ ജനങ്ങളുടേതാണ്. റെയിൽവേ കൂടുതൽ ജനകീയമാകാൻ ശ്രമിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലും
അത് ഇങ്ങനെ അത് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുടെ ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഗൗരവമായ മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറ്റൊട്ടനവധി പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ജോയിയുടെ ഒരു കെയറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും റെയിൽവേക്കുണ്ട്.